വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ ചിലരുടെ കുടുംബജീവിതത്തിൽ നിന്ന് സ്നേഹം നഷ്ടമായി പോയി. 20 വർഷം കഴിയുമ്പോൾ, 30 വർഷം കഴിയുമ്പോൾ സ്നേഹം നഷ്ടമായി പോയി എന്ന് പല ആളുകളും പറയാറുണ്ട്. ഓർക്കുക, സ്നേഹം നഷ്ടമായി എന്ന് നാം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, ഒരു വർഷങ്ങളായിട്ട് ഒരു ഫാമിലി കൗൺസിലർ എന്ന നിലയിൽ, കുടുംബങ്ങൾക്കുള്ളൊരു കൗൺസിലർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവ പരിചയത്തിൻ്റെ രീതിയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആക്ച്വലി ഷെവ്ലിനും നവ്യയും ഓൾറെഡി ഇതിൻ്റെ കോഴ്സുകളിലൂടെ എല്ലാം കടന്നു പോയി കഴിഞ്ഞു. എനിക്കൊന്ന് പാസ്റ്റർ ഡാമിയൻ ആൻ്റണിയുടെ പാം ആൻഡ് വൈൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതിയ കുടുംബ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും, അതോടൊപ്പം കുടുംബജീവിതത്തിൽ ഓൾറെഡി ആയിരിക്കുന്നവർക്ക് അവരുടെ കുടുംബജീവിതം കുറേ കൂടെ നല്ല രീതിയിലേക്ക് ആക്കി തീർക്കുവാൻ സഹായിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് പാം ആൻഡ് വൈൻ. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ, ഇതിൻ്റെ ഇംഗ്ലീഷ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ മലയാളം പരിഭാഷയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞു. രണ്ടുപേരും നെർവസ് ആണോ? ഇന്നത്തെ ഒരു ദിവസം നെർവസ് ആയിരിക്കും, കുറച്ച് അങ്ങനെ നെർവസ് ആവുന്നതിൽ യാതൊരു കുഴപ്പമില്ല. കാരണം ഈ സാധാരണ ഞങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര നെർവസാണ്. അപ്പോൾ ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ചോദിക്കാൻ, ആൻറ്റി പ്രസംഗിക്കാൻ നേരത്തെ ഇത്രയും നെർവസ് ആവാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, പിന്നല്ലാതെ ഭയങ്കര പേടിയാണ്. അവിടെ ആളുകൾ വിചാരിക്കുന്ന ഒരു പേടിയില്ലാതെ ഭയങ്കര ധൈര്യത്തിലാണ് വന്ന് നിൽക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ഭയങ്കര പേടിയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു എന്താ പറയുക, ഒരു സങ്കോചം എന്നോ അല്ലെങ്കിൽ ഒരു ഭീതി എന്നോ ഭയം എന്നോ ബഹുമാനം എന്നോ എല്ലാം കൂടി ആ ഒരു നെർവസ് കണ്ടീഷനിലൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദൈവത്തോടുള്ളൊരു ആശ്രയം ഉണ്ടായിരിക്കും. നമ്മുടെ അകത്ത് ഭയങ്കരമായിട്ടൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഒരുപക്ഷെ അകത്തൂടെ വിശ്വാസികളായിട്ടുള്ളവരാണെങ്കിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാനിതൊക്കെ പറയുന്നത്. അങ്ങനെ തുടങ്ങുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ, അല്പകാര്യങ്ങളുടെ ആരംഭത്തെ തുച്ഛീകരിക്കാത്ത ദൈവം, ആ ഒരു ഭയത്തിൽ നിന്ന്, ദൈവഭയത്തിൽ നിന്ന്, ദൈവിക ആശ്രയത്തിൻ്റെ ഭയത്തിൽ നിന്നാണ് നമ്മുടെ കുടുംബജീവിതം തുടങ്ങുന്നതെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, പെരുമഴ വന്നാലും കാറ്റ് വന്നലച്ചാലും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ആ വീണു പോകത്തില്ല. കാരണം അത് ശക്തമായ ഒരു പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ഒരു ഭവനമായിരിക്കും. ഹല്ലേലൂയ. സോ ഇന്ന് ഈ ഒരു വിവാഹത്തിലേക്ക് എന്താ പറയുക, കാലൂന്നിയിരിക്കുന്ന ഷെവ്ലിനെയും നവ്യയും പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ തന്നെ അനുമോദിക്കുകയാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹം, നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ, വിവാഹത്തെക്കുറിച്ച് വ്യത്യസ്തമായ നിർവചനങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെ പോകുന്ന വിവാഹം വേണ്ട എന്ന് തലമുറകൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹത്തിലേക്ക് കടക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എടുക്കുന്ന ആ ഒരു വലിയ റിസ്ക് എടുത്ത പോലെയാണ് പലർക്കും തോന്നുന്നത്. അതിലേക്ക് വന്നതിൽ പ്രത്യേകിച്ചുള്ള അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. വിവാഹ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻസ് സാധാരണ നമ്മൾ പറയും ഹെഡ് ആൻഡ് ഹെൽപ്പർ എന്ന് പറയും, അതുപോലെ തന്നെ ലീവ് ആൻഡ് ക്ലീവ് പ്രിൻസിപ്പിൾ എന്ന് പറയും, അതുപോലെ തന്നെ ലവ് ആൻഡ് റെസ്പെക്റ്റ് അഥവാ ഓണർ എന്ന് പറയും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ ഒരു വിവാഹ വേദിയിൽ ഇവിടെ ഇരുത്തിയിട്ട് ഇവരെ പഠിപ്പിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ വിവാഹത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ചിലർക്ക് വേണ്ടിയിട്ട് കൂടെ 1-2 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാരേജ് എന്ന് പറയുമ്പോൾ അത് ഒരു ഇന്ത്യൻ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒരു മനസ്ഥിതിയിൽ വിവാഹം എന്ന് പറയുമ്പോൾ അത് തികച്ചും 2 വ്യക്തികളുടെ മാത്രം ഒരു ബന്ധമല്ല. അത് 2 കുടുംബങ്ങളുടെ, 2 സംസ്കാരങ്ങളുടെ, 2 ജീവിത ശൈലികളുടെ, 2 കുടുംബ പശ്ചാത്തലങ്ങളുടെ ഒക്കെ ചേർന്നിട്ടുള്ളൊരു സങ്കലനമാണ്, കൂടിച്ചേരലാണ് ഒരു വിവാഹം എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിവാഹം എന്താണ്? വിവാഹം എന്ന് പറയുന്നത് ഇന്ന് പലരും ചിന്തിക്കുന്നത് 2 വ്യക്തികളുടെ മാത്രം ബന്ധമായിട്ടാണ് ചിന്തിക്കുന്നത്. 2 വ്യക്തികളുടെ ബന്ധമായിരിക്കുമ്പോൾ തന്നെ വിവിധ വ്യത്യസ്തമായ സ്വഭാവത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നും ശീലങ്ങളിൽ നിന്നും പ്രതീക്ഷകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള 2 പേരുടെ ഒരു കൂട്ടായ്മയുടെ ബന്ധമാണ് യഥാർത്ഥത്തിൽ
വിവാഹം എന്ന് പറയുന്നത്. ആ രണ്ടുപേർ, നിങ്ങൾ രണ്ടുപേർ കൂടിച്ചേർന്നിൽ, നേരത്തെ പാസ്റ്റർ സംസാരിച്ചതുപോലെ മൂന്നാമത് അദൃശ്യനായിട്ടുള്ള ഒരു വ്യക്തി, മുപ്പിരിച്ചരട് എന്ന പേരിൽ ബൈബിളിൽ ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി ദൈവമായിരിക്കുന്നവൻ, അവൻ നിങ്ങളോട് കൂടെയുള്ളപ്പോഴാണ് ആ ബന്ധം ഏറ്റവും സ്ട്രോങ് ആവുന്നതും ഏറ്റവും ശക്തിമത്തായിട്ട് മാറുന്നത്. നല്ല വിവാഹങ്ങൾ പണിയപ്പെടുന്ന ഒരിക്കലും സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന പ്രവണതയാണ് സ്ത്രീധനത്തിൻ്റെ സമ്പ്രദായം. അതുകൊണ്ട് പണത്തിലോ സൗന്ദര്യത്തിലോ കൊടുക്കുന്ന ആഭരണങ്ങളുടെ കണക്കിലോ വസ്ത്രങ്ങളുടെ കണക്കിലോ കുടുംബ മഹിമയിലോ ഒന്നുമല്ല നല്ല ഒരു വിവാഹം അധിഷ്ഠിതമായിരിക്കുന്നത്. നല്ല വിവാഹം അധിഷ്ഠിതമായിരിക്കുന്നത്, ഒരു കുടുംബജീവിതം അധിഷ്ഠിതമായിരിക്കുന്നതിന് പല അടിസ്ഥാന കല്ലുകളുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് വളരെയധികം ഇന്നത്തെ സമൂഹത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു പ്രത്യേക പ്രവണതയാണ് ഇൻടോളറൻസ് എന്ന് പറയും. നിങ്ങളൊരു പക്ഷേ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയത്തിൻ്റെ ചർച്ചകൾ ചൂടേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വാക്ക് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇൻടോളറൻസ്, അസഹിഷ്ണുത എന്ന് പറയുന്നത്. സഹിഷ്ണുതയില്ലാത്ത ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊരു കാര്യത്തിനും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അടുത്ത വീഡിയോയിലേക്ക്, അടുത്ത പിക്ചറിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ഒരു ഭക്ഷണം ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചാൽ ഇന്ന് രാത്രി അതേ ഭക്ഷണമാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ മുഖം മാറിപ്പോകും, അതേ കറിയാണെങ്കിൽ. കാരണം അസഹിഷ്ണുതയുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളുടെ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻടോളറൻസസ് ഇൻ മാരേജസ്. വിവാഹ ജീവിതത്തിനകത്തുള്ള അസഹിഷ്ണുതകൾ എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ടോളറൻസ് അഥവാ സഹിഷ്ണുത ബൈബിളിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പരസ്പരം ക്ഷമിക്കുക എന്നുള്ളതാണ്. പരസ്പരം ക്ഷമിക്കുക. ഈ പരസ്പരം ക്ഷമിക്കുക എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ മൂലപദം എടുത്ത് നോക്കുമ്പോൾ പരസ്പരം സഹിഷ്ണുതയോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ്. സഹിഷ്ണുത എന്ന് പറയുമ്പോൾ ക്ഷമയുടെ വേണമെങ്കിൽ നെല്ലിപ്പലക എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പേര് ക്ഷമ എന്നാണ്. അപ്പോൾ അതിൻ്റെ നെല്ലിപ്പലക എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എന്താ പറയുക, സഹിഷ്ണുത എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. സഹിഷ്ണുതയില്ലാത്ത കുടുംബങ്ങളിൽ പലപ്പോഴും വലിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വഴക്കുകൾ അത്തരം കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കും. വാക്കുകൾ ആയുധങ്ങളായിട്ട് അവർ പ്രയോഗിക്കാറുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു മാരേജ് കോൺഫറൻസ് ഇവിടെ നടന്നു. അന്നേരം ഞങ്ങൾ സംസാരിക്കപ്പെട്ട വിഷയമായിരുന്നു മൗനം എന്ന് പറയുന്ന ഒരു ആയുധത്തെക്കുറിച്ച്. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ പരസ്പരം ഉപയോഗിച്ച് കുടുംബജീവിതത്തിലെ ശിഥിലമാക്കപ്പെടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അസഹിഷ്ണുതയാണ്, അല്ലെങ്കിൽ ഇൻടോളറൻസ് ആണ്. എന്നാൽ സഹിഷ്ണുതയുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സഹിഷ്ണുത ഒരു യന്ത്രത്തിനകത്ത് കിടക്കുന്ന എണ്ണ പോലെയാണ്. ചില യന്ത്രങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ എണ്ണയൊഴിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിലുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ മുറുമുറു ശബ്ദം മാറണമെങ്കിൽ, അതിൻ്റെ കറുകറു ശബ്ദം മാറണമെങ്കിൽ, അതിൻ്റെ ഫ്രിക്ഷൻ ശരിയായ വിധത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഒരു എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ പോലെയാണ് കുടുംബജീവിതത്തിൽ പരസ്പരം ക്ഷമിക്കുവാൻ പറ്റുന്നത്. പരസ്പരം എന്താ പറയുക, അത് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന അനുഭവം, അതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. സാധാരണ ചില കുടുംബങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ചില 2 പേരുള്ളവരിൽ അതിനകത്ത് ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കൂടുതൽ വൃത്തിയും വെടിപ്പും എല്ലാ കാര്യങ്ങളും വെച്ചെടുത്ത് വെക്കണം, ഇരിക്കുന്നിടത്ത് ഇരിക്കണം എന്നുള്ള നിർബന്ധമുള്ള ഒരാൾ മിക്കവാറും ഭാര്യ ഭർത്താവിൽ ഒരാളുണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ അത് ആരാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരാളുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരാൾ കൂടുതൽ എന്താ പറയുക, ഈ വിഷയത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇവിടെ വെച്ചില്ല തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വഴക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അതിനെയൊക്കെ ഏറ്റവും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും വളരെ നീറ്റായിട്ടും ഒക്കെ വെക്കുന്ന ഒരാളുണ്ടെങ്കിൽ
അത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ നെഗറ്റീവ് പരിവേഷമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അവർക്ക് OCD എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്വഭാവ വിഭാഗത്തിലേക്കാണ് അവരെയൊക്കെ സാധാരണ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ അത്തരത്തിലൊരു പങ്കാളി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വ്യക്തി സാധാരണ എല്ലാ കാര്യത്തിനും വാശി പിടിച്ചുകൊണ്ടിരിക്കും. ഈ കാര്യങ്ങൾ അവിടെ വെക്കണം, ഈ കാര്യങ്ങൾ ഇതുപോലെ ആയിരിക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ. അപ്പോൾ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളിയാണെങ്കിലോ അത് അയാളുടെ ഒരു ബലഹീനതയായിരിക്കും. കാരണം അയാൾ ജനിച്ചു വളർന്ന രീതി കൊണ്ടോ അയാൾ പഠിച്ചു വളർന്ന രീതികൾ കൊണ്ടോ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരാത്തത് കൊണ്ടോ ഒരു പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അസഹിഷ്ണുതയുടെ കാര്യാദികൾ കുടുംബങ്ങളിലൂടെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അവിടെയാണ് പരസ്പരം പങ്കാളിക്ക് സഹിഷ്ണുത ആവശ്യമുള്ളത്. ഇത് ആ വ്യക്തിയുടെ ഒരു ബലഹീനതയാണ്. ഇത് ശരിയാവാൻ കുറച്ചുകൂടെ കാലഘട്ടങ്ങൾ കൊടുക്കണം, കുറച്ചുകൂടെ മാസങ്ങൾ കൊടുക്കണം, കുറച്ചുകൂടെ വർഷങ്ങൾ കൊടുക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് സഹിഷ്ണുത എന്ന് പറയുന്ന പാഠം കുടുംബങ്ങളിൽ സ്ഥാപിതമാകുന്നത്, കുടുംബങ്ങൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരിടമായിട്ട് തീരുന്നത്. നിങ്ങളുടെ ഈ വിവാഹം കഴിയുന്ന ഈ ആദ്യ നാളുകൾ സാധാരണ നമ്മളെല്ലാവരും പറയുന്ന മധുവിധു നാളുകൾ എന്ന് പറയുന്നു. മധുവിധു നാളുകളിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഉണ്ടാകുന്ന സ്നേഹമാണ്, അല്ലേ? സ്നേഹമാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വിവാഹിതരായിട്ടുള്ളവർക്ക് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ ആദ്യത്തെ ആ മാസങ്ങളിലെ ആ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര മധുരതരമായിട്ടുള്ള ഓർമ്മകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക സ്നേഹത്തിൻ്റെ കാലയളവ് എന്ന് പറയാൻ സാധിക്കുന്ന ദിനങ്ങളാണ് ആ ദിനങ്ങൾ എന്നുള്ളത്. പക്ഷേ അവിടെ സംഭവിക്കുന്നത്, എന്നാൽ അതിനുശേഷം ചില മാസങ്ങൾ കഴിയുമ്പോഴാണ് വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നത്. വ്യക്തികളെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും ഈ സ്നേഹം മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ സഹിഷ്ണുതയുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, എന്താണെന്നറിയാവോ? നാം വ്യക്തികളെ മനസ്സിലാക്കുന്ന കാലഘട്ടത്തിലും നമുക്ക് ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ ചിലരുടെ കുടുംബജീവിതത്തിന് സ്നേഹം നഷ്ടമായി പോയി, 20 വർഷം കഴിയുമ്പോൾ 30 വർഷം കഴിയുമ്പോൾ സ്നേഹം നഷ്ടമായി പോയി എന്ന് പല ആളുകളും പറയാറുണ്ട്. ഓർക്കുക, സ്നേഹം നഷ്ടമായി എന്ന് നാം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, അവിടെ സഹിഷ്ണുത ഇല്ലാതായപ്പോൾ ആളുകളെ പങ്കാളിയെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സഹിഷ്ണുത ഇല്ലാതിരുന്നത് കൊണ്ട് നമുക്ക് സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാതെയായി തീർന്നു. ഓരോ വ്യക്തികളും ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് വ്യത്യസ്തതകളോടാണ്. ദൈവം മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ വ്യത്യസ്തമായി മൃഗങ്ങളെ സൃഷ്ടിച്ചു. ഈ സസ്യലതാദികളെ നോക്കുക, വ്യത്യസ്തമായി സൃഷ്ടിച്ചു. എന്തിനെ നമ്മൾ നോക്കുക, ഇനി നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് തന്നെ നോക്കൂ, വ്യത്യസ്തമായിട്ടാണ്. നമ്മുടെ കൈക്കകത്തുള്ള നമ്മുടെ രേഖകൾ ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമാണ്. നമ്മുടെ കണ്ണിനകത്തുള്ള രേഖകൾ ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമാണ്. ഓരോ വ്യക്തികളും നിസ്തുല്യരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഷെവ്ലിനും നവ്യയും ഒരുമിച്ച് ചേരുന്ന ഈ ദിവസത്തിൽ ഷെവ്ലിനെ പോലെ അല്ല നവ്യ. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നവ്യയെ പോലെ അല്ല ഷെവ്ലിൻ എന്ന് പറയുന്നതും അതുകൊണ്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ദൈവം വ്യത്യസ്തതകളുടെ ദൈവമാണ്, വ്യത്യസ്തതകളെ അംഗീകരിക്കുന്ന ദൈവമാണ്. വ്യത്യസ്തതകളിൽ ഒരു ഹാർമണി, ഒരു സമ്മേളനം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഐക്യതയെ കാണുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് പലപ്പോഴും ഒരു വ്യക്തി ഇതിനകത്ത് സൈലൻ്റ് ആയിരിക്കും, ഒരു വ്യക്തി ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, ഒരു വ്യക്തി ചിലപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, ഒരു വ്യക്തി ഇതിനകത്ത് കുറച്ച് സൈലൻ്റ് ആയിട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഇനി ചില സമയത്ത് ഒരു വ്യക്തി വളരെ സ്പീഡിൽ പോകുന്ന സമയത്ത് മറ്റേ വ്യക്തി ഭയങ്കര സൈലൻ്റ് ആവും. ഞാൻ തന്നെ എൻ്റെ ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആവേശത്തോടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ഞാൻ ആ ചില കാര്യങ്ങൾ വളരെ ആവേശത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത്, കുറച്ച് സ്ലോ ആകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടുമല്ല, സാധാരണ നമ്മൾ എല്ലായിടത്തും റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വേഗത ആവേശമാണ്, പക്ഷേ അത് നമ്മളെ കൊന്നുകളയും എന്ന് വെച്ചാൽ വഴിയിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അനാവശ്യമായൊരു സ്പീഡിലേക്ക് പോകാതെ പങ്കാളികൾ പരസ്പരം ബ്രേക്കിംഗ് കൊടുക്കുന്നുണ്ടായിരിക്കും, ബ്രേക്ക് ചവിട്ടുന്നുണ്ടായിരിക്കും. അതൊരു നന്മ തന്നെയാണ്.
അതൊരു അനുഗ്രഹം തന്നെയാണ്. ഇത്തരത്തിൽ വ്യത്യസ്തതയുടെ ഒരു സമ്മേളനമാണ്, ഒരു കൂടിച്ചേരലാണ് കുടുംബം എന്നുള്ളത്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, നീ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, നിനക്കിത് പഠിച്ചിട്ട് വരണ്ടായിരുന്നോ, എന്നാലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ നല്ല രീതിയിൽ വളർത്തപ്പെടാത്തതിൻ്റെ കുഴപ്പമാണിത് എന്ന് പറയുകയല്ല വേണ്ടത്. പകരം ആ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളിക്കുവാനും എൻ്റെ ഏത് ഭാഗത്തൂടെ അതിനെ കരുതാൻ സാധിക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ ജിക്സോ പസിൽസ് കളിക്കുമ്പോൾ കാണാറില്ലേ, ഒരു ഗ്യാപ്പിനകത്തോട്ട് മറ്റൊന്ന് കയറി വരുമ്പോൾ അതൊരു കറക്റ്റ് ഒരു ചിത്രമായി തീരുന്നത് പോലെ ഈ വ്യത്യസ്തതകളെ ചേർത്ത് പണിയുവാനുള്ള ഒരു മനസ്സൊരുക്കവും മനോഭാവവും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്ത് സഹിഷ്ണുതയുണ്ടായിരിക്കും, ടോളറൻസ് ഉണ്ടായിരിക്കും. ടോളറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. ഈ ടോളറൻസ് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 10-12 ദിവസമായിട്ട് നമ്മുടെ ഒരു മുഖ്യമന്ത്രിയെ എന്താ പറയുക, നമുക്ക് കിട്ടാതിരുന്നതിൽ, അതിനെ കണ്ടെത്താതിരുന്നതിൽ, നമ്മുടെ രാഷ്ട്രീയപരമായിട്ടും അല്ലാത്ത തലത്തിലും സകല ചാനലുകളിലും ചർച്ചകളായിരുന്നു. കണ്ടില്ലേ, ഇൻടോളറൻസ്. നമുക്കത് സഹിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം തന്നെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. കുടുംബജീവിതത്തിൽ അത് പറ്റത്തില്ല. കുടുംബജീവിതത്തിനകത്ത് നമുക്ക് ടോളറൻസിൻ്റെ അഥവാ സഹിഷ്ണുതയുടെ ആവശ്യമുണ്ട്. നമ്മുടെ സഹിഷ്ണുതയെ നശിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ട് നമ്മുടെ അഹങ്കാരം, നമ്മുടെ ചിന്തകൾ, ഈഗോ, നമ്മുടെ ഞാൻ ജയിക്കണം എന്ന് പറയുന്ന നമ്മുടെ ചിന്താഗതികൾ, അതുപോലെ തന്നെ എൻ്റെ പോയിന്റിൽ ഞാൻ ഇപ്പോഴും പിടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന മനോഭാവം, ഇതൊക്കെ ഉണ്ടെങ്കിൽ കുടുംബജീവിതം വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന മാരേജ് കോൺഫറൻസിൽ പാസ്റ്റർ ഡാമിയൻ പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ കുടുംബജീവിതത്തിൽ തോറ്റിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. പക്ഷെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും എന്താ പറയുക അടിസ്ഥാനപരം, അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യം, അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് തോറ്റുകൊണ്ട് ജീവിക്കുന്നതാണ്. ഭാര്യയും തോൽക്കണം, ഭർത്താവും തോൽക്കണം. ആ തോൽക്കുന്നിടത്താണ് ഒരു വലിയ ജയം യേശു ക്രിസ്തുവിനാൽ നിങ്ങൾക്കുണ്ടാകുന്നത്. നാം തോൽക്കുന്നിടത്ത് നമ്മുടെ കർത്താവ് നമ്മളെ ജയിപ്പിച്ചിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ തോൽക്കുവാൻ തയ്യാറാകുക, പരസ്പരമുള്ള വ്യത്യസ്തതകളെ അംഗീകരിക്കുവാനായിട്ട് തയ്യാറാകുക. എന്താണ് ടോളറൻസിൽ ജയിക്കുന്ന കാര്യം? സ്നേഹം. കാരണം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ നാം കാണുന്ന സ്നേഹം, അതാണ് സകലതും. അതിനാലാണ് നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ടോളറൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ സഹിഷ്ണുത നിലനിർത്താൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയുകയാണ് ഷെർവിൻ, അതുപോലെ തന്നെ നവ്യ. പരസ്പരം കേൾക്കുവാൻ ശ്രമിക്കുക പറയുന്നതിനേക്കാൾ. ബൈബിളിലൊരു വചനമുണ്ട്, പറയാൻ താമസവും കേൾപ്പാൻ വേഗതയും. നവ്യ ഷെർലിനെ കേൾക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കേൾക്കുക, പരസ്പരം കേൾക്കുക, കേൾക്കുവാൻ വേണ്ടി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരിക്കലും കേൾക്കുന്നത്, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആ ആള് പറയുന്നതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നമ്മുടെ മനസ്സിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്, തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊരു കേൾക്കലല്ല, മറിച്ച് ആ വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കുക. മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഒഴിവാക്കുക. അത് ഇൻടോളറൻസ് ആണ്, അത് സഹിഷ്ണുതയില്ലായ്മയാണ്. മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് എടുക്കാൻ പറ്റത്തില്ല. ആ വാക്ക് എത്ര കാലം കഴിഞ്ഞാലും അവരുടെ ഹൃദയത്തിൽ നിന്ന് അത് പോങ്ങിയില്ല. നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നത് ചിലപ്പോൾ ആ തോന്നിയ ദേഷ്യം ചില മിനിറ്റുകൾ കൊണ്ട് അവസാനിക്കും. പക്ഷെ പറഞ്ഞ വാക്കുകൾ നമുക്കൊരിക്കലും എടുക്കാൻ സാധിക്കാത്ത രീതിയിലായി പോകും. അതുപോലെ തന്നെ വികാരാധീനമായിട്ടുള്ള സമയങ്ങളുണ്ടാകും. ഇൻടോളറൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതിനവർക്ക് സമയം കൊടുക്കും. പെൺകുട്ടികൾക്ക് സാധാരണ സങ്കടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേദന വരുമ്പോൾ സ്ത്രീകൾ കരയും. അപ്പോൾ സാധാരണ പുരുഷന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ മുമ്പിൽ കരയണ്ട, മുതലക്കണ്ണീരൊഴുക്കണ്ട, അത് ഞാൻ വീണ് പോകത്തില്ല എന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് ഇൻടോളറൻസ്. അവൾ കരയട്ടെ, അവളുടെ വികാരങ്ങൾ അതുപോലെയാണ് അവൾക്ക് മാറുന്നത്. അവൾ കരയട്ടെ എന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് സഹിഷ്ണുതയുള്ള ഒരു ഭർത്താവായിട്ട് മാറാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആൺകുട്ടികൾ സാധാരണ അസഹിഷ്ണുത ഉണ്ടാകുമ്പോൾ പുരുഷന്മാർ അവർ പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ ശ്രമിക്കും, വേറൊരു സ്ഥലത്തോട്ട് ഓടി ഒളിക്കാൻ ശ്രമിക്കും, പെട്ടെന്ന് വണ്ടിയെടുത്തൊന്ന് പുറത്തോട്ട് പോകാൻ ശ്രമിക്കും, അല്ലെങ്കിൽ റൂമിൽ കയറി ഒന്ന് ഇരിക്കാൻ ശ്രമിക്കും, വേറൊരിടത്തോട്ടൊന്ന് മാറാനായിട്ട് അവർ ശ്രമിക്കും.
അത് കാണുമ്പോൾ പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവരുടെ പുറകെ പോയി വീണ്ടും അവരെ നാഗ് ചെയ്ത് എന്താണ് പറഞ്ഞിട്ട് പോയാൽ മതി ചെയ്യരുത്. കാരണം അവർക്ക് നിങ്ങൾ സഹിഷ്ണുതയുള്ള ഒരു ഭാര്യയാണെങ്കിൽ അവർക്കൊരു സ്പേസ് കൊടുക്കുക. അവർ പോകട്ടെ, ചില നിമിഷങ്ങൾ അവർ മാറി നിൽക്കട്ടെ, അവർ ചിന്തിക്കട്ടെ, അവർ അപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്തു വരാനുള്ള ഒരു സ്പേസ് അവർക്ക് നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഈ ഇൻടോളറൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ന് വളരെയധികം ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ മാത്രമല്ല, ഇന്ന് ഈ ഇൻടോളറൻസ് അഥവാ സഹിഷ്ണുതയില്ലായ്മയുടെ കാര്യത്തിൽ ഇന്ന് മാതാപിതാക്കളും ഇവിടെ ഈ ഭാഗത്ത് പ്രവർത്തിക്കപ്പെടുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുന്നമേ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇതുപോലെ നവ്യ മണവാട്ടിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ ഞാനും ഒരു 29 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ഡാമിയൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള എൻ്റെ കാര്യം ഞാൻ സെറ്റാക്കിയിട്ടാണ് ഇറങ്ങുന്നത്. ഇനി തിരിച്ച് ഈ വീട്ടിലോട്ട് വരുന്നില്ല, തിരിച്ച് മറ്റൊരു ലൈഫില്ല എനിക്ക് എന്ന് ഞാൻ സെറ്റാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ആകെ ഞാൻ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അമ്മായിമ്മ എങ്ങനെ ടാക്കിൾ ചെയ്യും, നാത്തൂമാരെങ്ങനെ ടാക്കിൾ ചെയ്യും, ബന്ധുക്കളെ എങ്ങനെ സെറ്റാക്കും, ചെല്ലാൻ പോകുന്ന സഭയിൽ ഞാൻ എങ്ങനെ ആയിരിക്കും. ഇതൊക്കെ മാത്രമായിരുന്നു എൻ്റെ ആശങ്കകൾ. എന്നാൽ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അതല്ല, ആൺകുട്ടികൾക്കും അതല്ല. അവർ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഈ വിവാഹം തന്നെ സെറ്റാകുമോ, ഇത് തന്നെ എങ്ങനെയായിരിക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമോ, എന്നെ കരുതുന്ന സാധിക്കുന്ന വ്യക്തിയായിരിക്കുമോ, എന്നെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയായിരിക്കുമോ, എന്നോടുകൂടി അവസാന കാലഘട്ടം വരെ നിൽക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമോ എന്ന് പറയുന്ന ഒരു ആശങ്ക. അതിനൊരു പരിധി വരെ നമ്മുടെ സോഷ്യൽ മീഡിയ വളവും ചെല്ലും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ആശങ്കയോടുകൂടിയാണ് ഓരോ പെൺകുട്ടിയും ഓരോ ആൺകുട്ടിയും ഇന്നത്തെ കാലത്ത് വിവാഹത്തിൻ്റെ വേദിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോഴാണ് അടുത്തൊരു വലിയ പരിവാരം ബാക്കിയുള്ള കുറേ ആളുകളെയും കൂടി ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് അവരടുത്ത സ്റ്റെപ്പിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയട്ടെ, വിവാഹിതരായിട്ടുള്ള മക്കളോടും മരുമക്കളോടും പാരൻസ് കാണിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. ഇതിപ്പോൾ നവ്യയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ബന്ധുക്കളുണ്ടായിരിക്കും, അതുപോലെ ഷെവ്ലിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ബന്ധുക്കളുണ്ടായിരിക്കും, ഷെവ്ലിൻ്റെ സഭയുണ്ടായിരിക്കും, നവ്യയുടെ സഭയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ഇവിടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ ഒരു ടോളറൻസ് അഥവാ സഹിഷ്ണുത കാണിക്കുക. വിട്ടുകൊടുക്കാൻ അതൊരു ഗിഫ്റ്റാണ്. സ്നേഹത്തോടെ വിട്ടുകൊടുക്കാനും സ്നേഹത്തോടെ സ്വീകരിക്കാനും സാധിക്കുന്നിടത്താണ് സെക്കൻഡ് ലെയറിൽ നിൽക്കുന്ന നമുക്കെല്ലാവർക്കും ഈ കുടുംബ ബന്ധത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തികളും ഇത്തരത്തിൽ പുതിയതായിട്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന യൗവനക്കാരായിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് പലതുമൊക്കെ ഉപദേശിക്കാനായിട്ട് തോന്നിപ്പോവും. ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ് പോകേണ്ടത് എന്നൊക്കെ എന്നെപ്പോലുള്ള പലർക്കുമൊക്കെ പറയാനൊക്കെ ഒരുപക്ഷെ തോന്നിപ്പോകും. പക്ഷെ ചിന്തിക്കണം, കാലഘട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നു, കാലങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ അവർ പഠിച്ചു വെച്ച സംസ്കാരം അനുസരിച്ച് അവരുടേതായ രീതിയിൽ കർത്താവിൽ ആശ്രയിച്ച് ദൈവവചന അടിസ്ഥാന പ്രകാരം അവരവരുടെ കുടുംബം പണിയട്ടെ എന്നുള്ള ധാരണയും സ്വാതന്ത്ര്യവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നിടത്താണ് പുറമേ നിന്നുകൊണ്ട് നമുക്കവരെ അപ്പ് എന്ന് പറഞ്ഞ് അവരെ കൈയടിച്ച് അവരുടെ കുടുംബജീവിതത്തെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും പുറമേ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ പല സമയത്തും ഇത്തരത്തിൽ അവരെ ചീറപ്പ് ചെയ്യാതെ പ്രോത്സാഹിപ്പിക്കാതിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ പുതുതലമുറ വിവാഹത്തിന് വേണ്ടി അതിൻ്റെ തെറ്റിദ്ധാരണകൾ നിമിത്തം, സമ്മർദ്ദങ്ങൾ നിമിത്തമായിട്ട്, മറ്റു പല വികാരപരമായിട്ട് ഇടപെടലുകൾ നിമിത്തമായിട്ട് ഈ ഒരു ബന്ധത്തെ മാറ്റി നിർത്തുവാനായിട്ട് അവരാഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയുകയാണ്, കുടുംബജീവിതം എന്ന് പറയുന്നത് അത് ക്ഷമയെ
അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് സഹിഷ്ണുതയെ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ചെറിയ തെറ്റുകൾ പോലും ഉണ്ടെങ്കിലും അത് വലിയ തെറ്റുകളാക്കി അതിനെ എന്താ പറയുക പർവ്വതീകരിക്കാതെ ക്ഷമയുടെ പാഠത്തിൽ, സഹിഷ്ണുതയുടെ പാഠത്തിൽ, എല്ലാറ്റിനും ഉപരിയായിട്ട് സ്നേഹം. അതാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ അപ്പസ്തോലനായ പൗലോസ് പറയുന്ന സ്നേഹം, എല്ലാറ്റിനും മീതെ സ്നേഹം. ആ സ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ പുതപ്പിൻ്റെ കീഴിൽ, ആവരണത്തിൻ്റെ കീഴിൽ നമ്മളായിരിക്കുകയാണെങ്കിൽ സഹിഷ്ണുതയോടെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.